യജ്ഞസേനിയായ പാഞ്ചാലിയുടെ സ്വയംവരത്തിന് പോകുവാൻ ഞാൻ നിശ്ചയിച്ചു. എന്നാൽ സ്വയംവരത്തിന് ദ്രുപദ രാജാവ് വെച്ച നിബന്ധന കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഇളകി മറിഞ്ഞു. യജ്ഞസേനി കൗരവരുടെ മഹാറാണിയാകണമെന്ന് എനിക്ക് ഉത്കടമായ ആഗ്രഹമുണ്ട്. പക്ഷേ വിചിത്രമായ ആ നിബന്ധന മൂലം എൻ്റെ ആഗ്രഹത്തിന് വിഘ്നം വരുമോ എന്ന സംശയമാകുന്ന ഗൗളി എൻ്റെ മനസ്സിൽ ഇഴയുവാൻ തുടങ്ങി. ആ സംശയം ഞാൻ കർണനോട് പറഞ്ഞു. കാരണം ദ്രുപദന്റെ നിബന്ധന എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിവുള്ള 2 അസ്ത്രവിദ്യരെ ആര്യാവർത്തത്തിലുള്ളൂ. അതെനിക്ക് നന്നായി അറിയാം. ഒന്ന് അംഗരാജാവായ കർണൻ, മറ്റേത് അതുല്യനായ അർജുനൻ. അർജുനനും ഇപ്പോൾ സ്വർഗത്തിലെ ഏതെങ്കിലും അപ്സരസിൻ്റെ സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. കർണൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അയാൾ മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. അയാളാണെങ്കിൽ ദുര്യോധനൻ്റെ പ്രാണപ്രിയമിത്രവും. അയാൾ കൗരവരുടെ രാജനഗരിയായ ഹസ്തിനാപുരത്തിലാണ്. ഞാൻ എൻ്റെ സേവകനായ പ്രപചമ്പനെ വിട്ട് കർണനെ വിളിപ്പിച്ചു. കൊട്ടാരത്തിൽ വന്നതും അയാൾ ആശ്ചര്യത്തോട് ചോദിച്ചു, സുഹൃത്തെ, ഈ അസമയത്ത് എന്നെ വിളിപ്പിച്ചത് എന്തിനാ? സമയവും അസമയവും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മളാണ്. സമയം എല്ലാവർക്കും സൗകര്യപ്രദമാണ്. എന്നാൽ അസമയത്തെ സൗകര്യപ്രദമാക്കി തീർക്കുന്നവനാണ് ശരിയായ യോദ്ധാവ്. ഞാൻ ദ്രുപദന്റെ ക്ഷണപത്രം അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ തൻ്റെ തേജസ്സുറ്റ നീലക്കണ്ണുകൾ ക്ഷത്രപത്രമായ കൈകളിൽ കൊടുപ്പിച്ച് നോക്കി. അയാളുടെ ധനുഷ്കാതിയിലുള്ള സ്വർണ്ണവർണ്ണമുള്ള പുരികങ്ങൾ അറിയാതെ നിവർന്നു. സുന്ദരമായ കാവോലങ്ങളിൽ ഒരു സൂക്ഷ്മരേഖയും ഉയർന്നു വന്നു. നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ പുഷ്ടമായ കഴുത്തുയർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇത് സ്വയംവരത്തിലുള്ള ക്ഷണപത്രമാണല്ലോ. ഞാൻ വിചാരിച്ചു ഭരണതന്ത്രത്തിൽ എന്തോ ഗൗരവമേറിയ പ്രശ്നമുണ്ട്, അതിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന്. കർണ, ഭരണതന്ത്രത്തിലെ ഒരു പ്രശ്നവും ഈ സ്വയംവരം പോലെ വിഷമമുള്ളതല്ല. ഈ സ്വയംവരം എൻ്റെ മാത്രമല്ല, മുഴുവൻ കൗരവരുടെ ജീവിതവും മാറ്റിമറിക്കുവാൻ പോകുന്നതാണ്. അതെങ്ങനെ? ഒരു സ്ത്രീക്ക് വേണ്ടി കൗരവരുടെ ജീവിതം മാറ്റിമറിക്കുകയോ സിംഹാസനം ഇളകുകയോ? എനിക്ക് സ്വപ്നത്തിൽ പോലും അത് ചിന്തിക്കുവാൻ കഴിയില്ല. അവൾ എത്ര തന്നെ സുന്ദരിയായാലും ശരി, അവളുടെ രക്ഷകൻ എത്ര തന്നെ ബലവാനായാലും ശരി. അല്ല കർണ, ഇത് സാധാരണ സ്ത്രീയല്ല. ദ്രുപദ രാജാവിന് സാക്ഷാൽ യജ്ഞത്തിൽ നിന്ന് കിട്ടിയ അഗ്നികന്യകയായ യജ്ഞസേനിയാണിത്. അവളുടെ ശരീരത്തിൽ നിന്ന് ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം പ്രവഹിക്കും. നിങ്ങളുടെ ഈ കുണ്ടലം ജന്മലാലുള്ളതാണല്ലോ, അതുപോലെ തന്നെ. എങ്കിലെന്ത്? അതെങ്ങനെ കൗരവരുടെ ജീവിതം മാറ്റും? പറയൂ. അവൾ മഹാറാണിയായി, എൻ്റെ പത്നിയായി. ഈ ഹസ്തിനാപുരത്തിൽ വന്നാൽ ഈ രാജ്യം സമൃദ്ധിയുടെ കൊടുമുടിയിലെത്തും. ഞാൻ ജീവിതത്തിൽ സ്വർഗീയമായ ആനന്ദം അനുഭവിക്കും. യജ്ഞസേനി എൻ്റേതാവുക, ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവൾക്കും ഇതിലധികം സൗഭാഗ്യശാലിയായ ജീവിത സഖാവിനെ എവിടെ കിട്ടും? കൗരവരുടെ മഹാറാണിയാകുവാൻ ആഗ്രഹിക്കാത്ത സ്ത്രീയുണ്ടോ? സ്വയംവരത്തിന് പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല. മനസ്സിലുള്ള ആഗ്രഹം യോദ്ധാക്കൾ ഒരിക്കലും അപൂർണമായി വിടുവാൻ പാടില്ല. കർണ, അതെനിക്കറിയില്ലെന്നാണോ കരുതിയത്? പക്ഷേ യജ്ഞസേനിയുടെ സ്വയംവരത്തിന് അവളുടെ അച്ഛൻ വെച്ചിരിക്കുന്ന നിബന്ധനയെപ്പറ്റി കേൾക്കുവാൻ നിങ്ങളെപ്പോലുള്ള ധനുർധാരന്മാരും ഇതീർത്താവി മൂഢരായി തീരും. അതെന്താണ്? ആ നിബന്ധന എന്താണ്? കേട്ടുകൊള്ളൂ. പാഞ്ചാല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കാമ്പല്യ നഗരത്തിലെ രാജകൊട്ടാരത്തിന് മുന്നിലുള്ള വിശാലമായ അങ്കണത്തിൽ ദ്രുപദൻ മനോഹരമായൊരു മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മണ്ഡപത്തിൻ്റെ മധ്യത്തിലായി കല്ലുകൊണ്ട് കെട്ടിയ ഒരു സരസ്സുണ്ടാക്കിയിട്ടുണ്ട്. ആ സരസിൽ ഗംഗ, ഇക്ഷുമതി എന്നീ 2 പവിത്ര നദികളിലെ ശുദ്ധജലം നിറച്ചിരിക്കുന്നു. മണ്ഡപത്തിൻ്റെ മച്ചിൽ ഗോളാകൃതിയിലൂടെ ചലിക്കുന്ന ഒരു യന്ത്ര മത്സ്യത്തെ അതിൻ്റെ പ്രതിബന്ധം സരസിൻ്റെ മധ്യത്തിൽ കാണത്തക്കവണ്ണം തൂക്കിയിട്ടിരിക്കുന്നു. താഴെ സരസിൽ പതിക്കുന്ന പ്രതിബന്ധം നോക്കി നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന മരം കൊണ്ട് തീർത്ത ആ യന്ത്ര മത്സ്യത്തിൻ്റെ കണ്ണുകൾ സൂചിബാണം ഉപയോഗിച്ച് കൃത്യമായി എഴുതി തുളയ്ക്കണം. അതും അവിടെ വെച്ചിട്ടുള്ള വളരെയധികം ഭാരമുള്ള സാക്ഷാൽ ശിവധനുസുകൊണ്ട്. അപ്പോൾ ഇതിൽ അസാധ്യമായിട്ടുള്ളത് എന്താണ്? രാജൻ പറഞ്ഞോളൂ. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. ലക്ഷ്യം നോക്കാതെ ശബ്ദം മാത്രം കേട്ട് പെൺപക്ഷിയുടെ കൊക്ക് ഭേദിച്ച സർവശ്രേഷ്ഠനായ ധനുർധാരനല്ലേ കർണൻ? എനിക്കാണെങ്കിൽ ഗദായുദ്ധം മാത്രം അറിയാം. ഇതൊക്കെ എങ്ങനെ എനിക്ക് സാധിക്കും? അപ്പോൾ താങ്കൾ സ്വയംവരത്തിന് പോകേണ്ടെന്ന് വെക്കുമോ? നിങ്ങൾ നിരസിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ നിരസിക്കുന്നതും ഇതുമായി എന്താണ് ബന്ധം? കർണ, ഈ കഠിനമായ നിബന്ധന പൂർത്തീകരിക്കുവാൻ നിങ്ങളും അർജുനനുമല്ലാതെ ഈ ആര്യാവർത്തത്തിൽ മറ്റാരുമില്ലെന്ന് എനിക്കറിയാം. അർജുനൻ ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾ തന്നെ ആ നിബന്ധന ജയിക്കേണ്ടിയിരിക്കുന്നു. ഞാനോ? രാജാവേ, ഞാൻ സൂതപുത്രനാണെന്ന് താങ്കൾ മറന്നുപോയോ? എന്നെ വർണ്ണമാല്യം അണിയിക്കുവാൻ ഒരു ക്ഷത്രിയ കന്യക എപ്പോഴെങ്കിലും മുന്നോട്ട് വരുമോ? മാത്രമല്ല മറ്റൊരു സ്ത്രീയും വൃഷാലിയേക്കാൾ സുന്ദരിയായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം
നിങ്ങൾ നിബന്ധന പൂർത്തീകരിച്ച് യജ്ഞസേനിയെ നേടിയെടുക്കും. അവൾ നിങ്ങളെ സ്വീകരിച്ചില്ല എങ്കിൽ എന്തു ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ആ നിബന്ധനയിൽ വിജയിക്കും. ഞാൻ താങ്കൾക്ക് വേണ്ടി എന്തും ചെയ്യും. മഹാമയൻ ഭീഷ്മ പിതാമഹൻ കാശി രാജകന്യകമാരെ താങ്കളുടെ മുത്തച്ഛനായ വിചിത്രവീരനെ സമർപ്പിച്ചതുപോലെ ഞാൻ യജ്ഞസേനിയെ താങ്കൾക്ക് സമർപ്പിക്കും. ഒന്ന് നിർത്തി അയാൾ തുടർന്നു. ഞാൻ യജ്ഞസേനിയാകുന്നത് താമരപ്പൂ താങ്കളുടെ ചരണങ്ങളിൽ അർപ്പിക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? പറയൂ. കേൾക്കെ തന്നെ ഞാൻ അത് സ്വീകരിച്ചു. ഈ സ്വയംവരത്തിൽ ഏറ്റവും അവസാനമായി മാത്രമേ ഞാൻ പങ്കെടുക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ വിജയിക്കുകയാണെങ്കിൽ താങ്കൾ എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റിത്തരേണ്ടി വരും. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറയും. ഞാൻ ഏത് ഗ്രാമത്തിലാണോ ജനിച്ചത്, എവിടെയാണോ ഞാൻ വളർന്നത്, ആ ചമ്പാ നഗരി ഭാഗ്യം കൊണ്ടും അംഗദേശത്ത് തന്നെയാണ്. എൻ്റെ ആ ജന്മഗ്രാമം തലസ്ഥാന നഗരമാക്കി അംഗീകരിക്കണം. ആ നഗരത്തിൻ്റെ പുനരധിവാസത്തിനുള്ള വിളംബരം താങ്കൾ കാമ്പല്യ നഗരത്തിൽ വെച്ച് തന്നെ ചെയ്യണം. കർണ, നിങ്ങൾ തീർത്തും ധന്യനാണ്. യജ്ഞസേനിക്ക് പകരമായി നിങ്ങളുടെ കൗരവരുടെ ഈ രാജ്യം മുഴുവൻ ആവശ്യപ്പെട്ടാലും ഞാനത് തരും. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ട സ്വന്തം ജന്മഗ്രാമത്തിൻ്റെ പുനരധിവാസം. തീർച്ചയായും കർണ, നിങ്ങൾ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ദിവ്യമായ പ്രതീകമാണ്. ഞാൻ അയാളെ ആലിംഗനം ചെയ്തു. അയാൾ ആവേശഭരിതനായി എൻ്റെ കൈ സ്വന്തം കയ്യിലെടുത്ത് സ്നേഹത്തോടെ മെല്ലെ തട്ടി. ഹോ, കർണൻ ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ നാം സ്വയംവരത്തിനായി പുറപ്പെടും. സത്യസേനൻ നമ്മോടൊപ്പം ഉണ്ടാവും. അവൻ പറഞ്ഞ മാത്രയിൽ നമ്മെ കാമ്പല്യ നഗരത്തിലെത്തിക്കും. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അയാളുടെ യാത്രയ്ക്കായി ഒരുങ്ങുവാൻ പറയാം. അയാൾ എഴുന്നേറ്റ് മെല്ലെ നടന്ന് ഒരു സിംഹത്തെ പോലെ കൊട്ടാരത്തിൽ നിന്ന് പോയി. ഞാൻ കർണനോടൊപ്പം കാമ്പല്യ നഗരത്തിലെത്തി. എൻ്റെ കൂടെ ദുശാസനൻ, നിഷംഗി, അഗ്രയാനിയൻ, ദുർവിമോചൻ, വികർണൻ, അയോബാഹു, വിവത്സു, വികിടൻ, ക്രാന്തൻ, ദണ്ഡധരൻ എന്നീ 10 അനുജന്മാരും ഉണ്ടായിരുന്നു. സ്വയംവരം സമാധാനപരമായി കലാശിക്കുന്നതിനുള്ള വ്യവസ്ഥയൊന്നുമില്ല. അതിൽ ചിലപ്പോഴൊക്കെ കയ്യേറ്റവും ഉണ്ടാകാം. അങ്ങനെ വന്നാൽ ഒരു സഹായത്തിന് വേണ്ടിയാണ് എൻ്റെ 10 സഹോദരന്മാരെ ഞാൻ കൂടെ കൊണ്ടുപോയത്. എങ്കിലും എനിക്ക് കൂടുതൽ വിശ്വാസം കർണനെയായിരുന്നു. പരാക്രമിയായ ധീരൻ തൻ്റെ പ്രാണൻ പോലും ബലി കഴിക്കുവാൻ സന്നദ്ധനായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടപ്രകാരം അയാളെ ഈ പഞ്ചാല രാജ്യത്തേക്ക് കൊണ്ടുവന്നത്. കൗരവരിൽ നിന്നും അംഗരാജാവ് കർണൻ തന്നെയായിരുന്നു മത്സ്യഭേദനം ചെയ്യുന്നത്. ഞങ്ങൾ തീർച്ചയായും നിബന്ധന ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം അശ്വത്ഥാമാവും ശകുനി അമ്മാവനും ഉണ്ടായിരുന്നു. കർണൻ്റെ 16 വയസ്സുള്ള പുത്രൻ സുധാമാനും ശാഠ്യം പിടിച്ച് ഞങ്ങളോടൊപ്പം പോന്നു. കാമ്പല്യ നഗരാതിർത്തിയിലെ ഗംഗ ബാഹുദംസ ഗ്രാമത്തിൽ പാഞ്ചാലത്തിലെ മന്ത്രിയായ വീരബാഹുവും ദ്രുപദ മഹാരാജാവും ഞങ്ങളെ സ്വാഗതം ചെയ്തു. ദ്രുപദപുത്രിയായ യുവരാജാവ് ദൃഷ്ടദ്യുമ്നൻ ദുശാസനന്റെ അടുത്തു വന്ന് അവനെ ഗാഠമായ ആലിംഗനം ചെയ്തു. അയാൾക്ക് കർണനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇതാണ് അംഗരാജാവ് കർണൻ. കർണൻ തൻ്റെ പന്നീർപ്പുവിൻ്റെ നിറമുള്ള കൈകൾ കൂപ്പി അയാളെ വന്ദിച്ചു. കർണൻ്റെ കാതിലുള്ള കുണ്ടങ്ങളിലേക്ക് ഒരു നിമിഷം ഈമ വെട്ടാതെ നോക്കിക്കൊണ്ട് ചിരിയോടെ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഇദ്ദേഹത്തെ അറിയാത്തവരായി ആരാണുള്ളത്? ഹസ്തിനാപുരിയിൽ വെച്ച് ശബ്ദലക്ഷ്യഭേദനം ഞങ്ങളെയെല്ലാം നേരിട്ട് കണ്ടതാണ്. ആ സംഭവവും ആ ദിവസവും ഈ ജന്മത്തിൽ എനിക്ക് ഒരിക്കലും മറക്കുവാനാവില്ല. ദൃഷ്ടദ്യുമ്നൻ്റെ സംസാരം സാധാരണ പോലെയായിരുന്നു. ഞങ്ങൾക്കെല്ലാം അത് ഇഷ്ടമായി. അയാളുടെ ശരീരപ്രകൃതി എനിക്ക് ആകർഷണമായി തോന്നി. അയാൾ പൂ ചൂടി നിൽക്കുന്ന ഉയരമുള്ള ഇരിപ്പിരം പോലെ കാണപ്പെട്ടു. മുഖഗ്രാതി താടിയുടെ ഭാഗത്തേക്ക് ചുരുങ്ങിയിരുന്നു. ചുവപ്പ് കലർന്ന വെണ്ണു നിറമായിരുന്നു അയാൾക്ക്. ഞാനൊരു നിമിഷം അയാളുടെ മുഖം യജ്ഞസേനിയുടെ മുഖവുമായി താരതമ്യപ്പെടുത്തി നോക്കി. അപ്പോൾ യജ്ഞസേനിയല്ലാതെ മറ്റൊന്നും എനിക്ക് കാണുവാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരിയുടെ സ്വയംവരത്തിനായി നഗരവാസികൾ നഗരം മുഴുവൻ ഭംഗിയായി അലങ്കരിച്ചിരുന്നു. അവിടെ കൊടികളും തോരണങ്ങളും ഉണ്ടായിരുന്നു. നഗരത്തിലെ എല്ലാ പ്രധാന നാൽക്കവലുകളും വിവിധ വർണ്ണങ്ങളിലുള്ള വാനപുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവിടെയായി കൃത്രിമ ജലധാരയന്ത്രങ്ങളും ഉണ്ടാക്കിയിരുന്നു. സ്ത്രീകൾ എല്ലാ മുറ്റങ്ങളിലും കുങ്കുമജലം കൊണ്ട് മെഴുകി ഭംഗിയിൽ കോലങ്ങൾ വരിച്ചിരുന്നു. പെരുമ്പറയുടെയും കൊമ്പിൻ്റെയും മൃദംഗത്തിൻ്റെയും ശബ്ദം മൂലം അന്തരീക്ഷത്തിലെ ഓരോ കണവും മുഖരിതമായി. ഞങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ ഞങ്ങളെ കാണുന്നതിനായി നഗരവാസികൾ വഴിയുടെ ഇരുവശങ്ങളിലും നിന്നിരുന്നു. അവർ ധീരരും സമ്പന്നരുമായ കൗരവകുലത്തിന് ഉത്സാഹപൂർവ്വം ജയാഘോഷം മുഴക്കി. മറ്റൊരു നഗരത്തിലും കാണത്തത്ര അത്ഭുതകരമായ ദൃശ്യമാണ് ഞാൻ കണ്ടത്. പല വീടുകളിലും സൗധങ്ങൾ നഗരത്തിലെ സ്ത്രീകളുടെ തിരക്കിലായിരുന്നു. അവരിൽ ചിലർ ഞങ്ങളുടെ രഥത്തിന് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. എൻ്റെ രഥത്തിൽ ഞാൻ ദുശാസനൻ, കർണൻ എന്നിങ്ങനെ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി രഥങ്ങൾ പിന്നിലായിരുന്നു. വളരെ സമയത്തിനു ശേഷം എനിക്കെല്ലാം മനസ്സിലായി.
കർണൻ്റെ അനുപമമായ സൗന്ദര്യത്തിൻ്റെ കീർത്തി പാഞ്ചാല രാജ്യത്തിലും എത്തിയിരുന്നു. ദൂരെ നിന്നാണെങ്കിൽ പോലും കർണൻ എങ്ങനെയാണെന്ന് കാണുവാൻ സ്ത്രീകൾ ഉത്കണ്ഠാകുലരായിരുന്നു. ആ പാവത്തിന് അതിൻ്റെ ഒന്നും ഒരു ചിന്തയുമില്ല. എപ്പോഴുമുള്ള സൗമ്യഭാവത്തോടെ അയാൾ തൻ്റെ വലതുഭാഗത്ത് നിന്നിരുന്നു. അയാളുടെ ശരീരത്തിലെ സ്വർണ്ണ കസവുള്ള ഉത്തരിയും സൂര്യകിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങി. ഞാൻ അയാളോട് പറഞ്ഞു, കർണ, താങ്കൾക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കേണ്ടതാണ്. രഥകൂട്ടത്തിൽ നിൽക്കണ്ട. അകത്തിരുന്ന് ധനുർവേദത്തെപ്പറ്റി ചിന്തിക്കൂ. എൻ്റെ പരാമർശം ഉചിതമാണെന്ന് മനസ്സിലാക്കിയ അയാൾ രഥത്തിലിരുന്നു. അതിനാൽ ഒരുപക്ഷം ധാരാളം സ്ത്രീകൾ നിരാശപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ വിഡ്ഢിത്തത്തെ ഓർത്ത് എനിക്ക് ചിരി വന്നു. ഒരു സൂതപുത്രനെ കാണുവാൻ ഇവർ ഇത്ര ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വാസ്തവത്തിൽ അവർ എന്നെയാണ് കാണേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ദുശാസനനെ. എനിക്ക് വേണമെങ്കിൽ രഥത്തിൻ്റെ സാരഥിയായ സത്യസേനൻ്റെ സ്ഥാനത്ത് കർണനെ ഇരുത്തുവാൻ കഴിയും. എന്തു തന്നെയായാലും അയാളുടെ വംശത്തിൻ്റെ പരമ്പരാഗതമായ കുലത്തൊഴിൽ സാരഥ്യം തന്നെയാണ്. സൂര്യോദയത്തോടെ ഞങ്ങൾ പാഞ്ചാലരുടെ ഭവനത്തിലെത്തി. സ്വയംവരത്തിലുള്ള മനോഹരമായ മണ്ഡപം കണ്ടു. ആ മണ്ഡപത്തിന് ചുറ്റും ചിന്തിക്കുവാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. വരൂ, കൗരവശ്രേഷ്ഠനായ യുവരാജാവേ എന്ന് ഇത് 2ാമത്തെ തവണയാണ് നഗരവാസികളുടെ ഉത്സാഹത്തിൽ ഉത്കണ്ഠയുടെ ജ്വരം പടർത്തുന്നത്. പാഞ്ചാലത്തിലെ മന്ത്രിയായ വീരബാഹു എന്നെ രഥത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്രയധികം ഉത്സാഹത്തോടെ മറ്റേ ആരെയാണ് സ്വാഗതം ചെയ്തത്? ഞാൻ മന്ത്രിവര്യനോട് ചോദിച്ചു. മധുരയിൽ നിന്ന് യാദവ ശ്രേഷ്ഠനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ന് വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ. ശ്രീകൃഷ്ണനോ? എന്താ മന്ത്രിവീര, ശ്രീകൃഷ്ണന് സ്വയംവരത്തിൽ പങ്കെടുക്കുമോ? ഞാൻ അല്പം ഭയം കലർന്ന സംശയത്തോടെ ചോദിച്ചു. അതെനിക്കെങ്ങനെ പറയുവാൻ കഴിയും? പക്ഷേ പങ്കെടുക്കില്ല എന്നുമില്ല. സ്വയംവരത്തിന് മറ്റാരെല്ലാം വന്നിട്ടുണ്ട്? ഭോജമഹാരാജാവ്, സൗബലൻ, സഹദേവൻ, ശല്യൻ, ശിശുപാലൻ, വിരാടൻ, സൂകേതു, ചിത്രായുധൻ, ജരാസന്ധൻ, ചേകീതാനൻ, ഭഗദത്തൻ എന്നിവർ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭൂരിസ്രവസ്, സുഷേണൻ, ദൃഢധന്യൻ, സോമദത്തൻ, വൃഷകൻ, ബൃഹത്പലൻ, ബൃഹന്തൻ, മണിമാൻ, ദശരഥൻ, മേഘസന്ധി, ശങ്കൻ, സുശർമൻ എന്നിവർ മാത്രമല്ല, സേനാബിന്ദു, സത്യധൃതി, സൂര്യധ്വജൻ, രോചമാനൻ, ദുഷണൻ, രുക്മരഥൻ, ശിബി, ശ്രീകൃഷ്ണപുത്രനായ പ്രത്യുപ്നൻ, സാത്യകി, സിന്ധുരാജൻ, ജയദ്രഥൻ മുതലായ അനേകം വീരന്മാരുടെ രാജാക്കന്മാരും മഹാരാജാക്കന്മാരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹസ്തിനാപുരാധിപതിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ കൈപിടിച്ച് മണ്ഡപത്തിനരികത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വയംവരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. അതുവരെ താൻ കർണൻ, അശ്വത്ഥാമാവ്, ശകുനി അമ്മാവൻ തുടങ്ങിയ എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഞങ്ങൾ ഏകദേശം 100 യോജന യാത്ര ചെയ്തിരുന്നു. ശരീരത്തിലെ രാജവസ്ത്രത്തിൽ മണ്ണും പൊടിയും പറ്റിയിരുന്നു. കുതിരകൾ ക്ഷീണിച്ചിരുന്നു. സ്വയംവരത്തെപ്പറ്റി എനിക്ക് ചിന്തയില്ലായിരുന്നു. കാരണം അവിടെ എത്തിയിട്ടുള്ള രാജാക്കന്മാരിൽ ആരും സമർത്ഥരായ ധനുർധാരന്മാരായിരുന്നില്ല. അവർ യോദ്ധാക്കളാണെങ്കിലും ധ്രുവതൻ്റെ കഠിന നിബന്ധന പാലിക്കുവാൻ കഴിവുള്ളവരല്ല. കർണൻ മാത്രം എല്ലാവരുടെയും കണ്ണുകളെ ഒരിക്കൽ കൂടി ധന്യമാക്കും. നിബന്ധന ജയിച്ച് നേടിയെടുക്കുന്ന സുന്ദരിയായ ദ്രൗപദിയെ മിത്രസ്നേഹം കൊണ്ട് അയാൾ എൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കും. കാരണം ജീവിതം അനിവാര്യമായൊരു സന്ധ്യയാണെന്ന് ഞാൻ ഇന്നോളം അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിച്ചാൽ പാഞ്ചാലി ഞങ്ങൾക്ക് നഷ്ടമാകും. ഒരേ ഒരു വ്യക്തിയെപ്പറ്റി എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ സംശയമുണ്ടായിരുന്നു. ആ വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണൻ. അവസാനം അപ്രതീക്ഷിതമായത് തന്നെ സംഭവിച്ചു. ഹൃദയത്തിൽ അനിവാര്യമായ അനേകം സംഭവങ്ങളുടെ ശരങ്ങളാണ് സ്വയംവരത്തിന് ശേഷം ഞാൻ ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങിയത്. ജീവിതം തന്നെ അത്ഭുതകരവും രമ്യവുമായൊരു സ്വയംവരമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓരോ വ്യക്തിയും ആ സ്വയംവരത്തിൽ ഉത്സാഹപൂർവ്വം പങ്കെടുക്കുന്നു. പക്ഷെ ചിലപ്പോൾ അത് ആർക്കും ജയിക്കുവാൻ കഴിയാത്തത്ര കഠിനമായ വ്യവസ്ഥകൾ വയ്ക്കുന്നു. ചിലരെല്ലാം മരണം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന ദുരവസ്ഥയിലെത്തുന്നു. പലർക്കും ധൈര്യശാലികളും ബുദ്ധിമാന്മാരും പരാക്രമങ്ങളുമായിരുന്നിട്ടും ആ വ്യവസ്ഥ പാലിക്കുവാൻ കഴിയുന്നില്ല. എനിക്കോ അശ്വത്ഥാമാവിനോ കർണനോ ആർക്കും കഴിയുന്നില്ല. പാഞ്ചാലി സ്വയംവരത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പലതരത്തിലുള്ള ചിന്തകളുടെ വിചിത്രമായ സമ്മിശ്രണത്തിൽ പിടയുവാൻ തുടങ്ങുന്നു. ആരെങ്കിലും കാലത്തെയോ ഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ജീവിതത്തിൽ കർമ്മത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. എന്നാൽ കർമ്മം തേജസ്സുറ്റു പോകുമ്പോൾ കാലത്തിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലാവുന്നു. മനുഷ്യൻ തൻ്റെ പുരുഷാർത്ഥത്തെപ്പറ്റി എത്ര പെരുമ്പറയടിച്ചാലും തൻ്റെ കർമ്മത്തിൻ്റെ കൂടി കയ്യിലൊളിപ്പിച്ച് എത്ര തന്നെ നൃത്തം വെച്ചാലും അവസാനം അവൻ വിശാലവും അനന്തവുമായ ആകാശത്തിന് മുന്നിൽ കുള്ളനും അപൂർണവുമായിരിക്കും. അപൂർണതയാണ് ജീവിതത്തിൻ്റെ സ്ഥായി ഭാവം. അത് മനസ്സിലാക്കി പാഞ്ചാലി സ്വയംവരത്തിന് ശേഷം പലപ്പോഴും എനിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. സ്വയംവരം കഴിഞ്ഞു. പക്ഷെ അവളുടെ മധുര സുകുമാരകാരങ്ങൾ എൻ്റെ കയ്യിലായില്ല. അവളുടെ പാണിഗ്രഹത്തിനായി ഞാൻ നീട്ടിയ ദൃഢമായ കൈകളിൽ വിധി സത്യത്തിൻ്റെ ജ്വലിക്കുന്ന കനലുകൾ വെച്ചു തന്നു.
സ്വയംവരത്തിലെ സംഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ ഇപ്പോഴും എൻ്റെ ബുദ്ധി മന്ദീഭവിക്കുന്നു. ജീവിതം രഹസ്യമായ ഒരു തുരങ്കമാണെന്ന് തോന്നുന്നു. ആ സ്വയംവരത്തിന് പോകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കൈപ്പേറിയതും അസഹ്യവുമായ പല സത്യങ്ങളും എൻ്റെ നെഞ്ചിൽ പതിക്കില്ലായിരുന്നു. കാരണം പാണ്ഡവരുടെ അസ്തിത്വത്തെപ്പറ്റി സംബന്ധിച്ച ഭയങ്കരമായൊരു ആഘാതം ആ സ്വയംവരം എന്നെ ഏൽപ്പിച്ചു. പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു. ഈ അസഹ്യമായ സത്യം ഭയങ്കരമായ രാക്ഷസ രൂപം കൊണ്ട് എൻ്റെ നെഞ്ചിൽ നൃത്തം ചവിട്ടുകയാണ്. എൻ്റെ ആകാംക്ഷകൾ അതിൻ്റെ കാൽകീഴിൽപ്പെട്ട് തരിപ്പണമാകുന്നു. ആ സ്വയംവരം മറക്കുവാൻ ഞാൻ വളരെയധികം പ്രയത്നിച്ചു. പക്ഷേ അത് ഇടയ്ക്കിടെ എൻ്റെ കൺമുന്നിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരുന്നു. ഇഷ്ടമല്ലാത്ത വ്യക്തി ഇടയ്ക്കിടെ മുന്നിൽ വന്ന് കുശലം അന്വേഷിക്കുന്നത് പോലെ പരീക്ഷയ്ക്കായി വെച്ച യന്ത്രമത്സ്യം കൺമുന്നിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരുന്നു. സ്വയംവര ദിവസം പാഞ്ചാല നഗരിയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വിവിധ സമൃദ്ധമായ ആഹാരം കിട്ടി. അതിനുശേഷം ഞങ്ങൾ വയറൊതുക്കുവാനായി കൊട്ടാരത്തിനുണ്ടായിരുന്നു. കട്ടിലിൽ മലർന്നു കിടന്നു. അല്പസമയത്തിനു ശേഷം കർണൻ എഴുന്നേറ്റു. ഉത്തരീയം എടുത്തു ധരിച്ച് അയാൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ തുടങ്ങി. ഞാൻ നിദ്രാവസ്ഥയിലായിരുന്നു. എങ്കിലും അയാളോട് ചോദിച്ചു, കർണ, സ്വയംവരത്തിനുള്ള സമയം അടുത്തു വരുന്നു. ഈ സമയത്ത് എവിടെ പോകുന്നു? സമയം എല്ലാവർക്കും സൗകര്യപ്രദമാണ്. എന്നാൽ അസമയത്തെ സൗകര്യപ്രദമാക്കുന്നവനാണ് ശരിയായ യോദ്ധാവ്. ഹസ്തനാപുരിയിൽ വെച്ച് ഞാൻ അയാളോട് പറഞ്ഞ തത്വശാസ്ത്രം അയാൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ശരി, പോയിക്കൊള്ളൂ. പക്ഷെ വേഗം മടങ്ങി വരണം. കാരണം? എന്താണ് കാരണം? കാരണം നഗരത്തിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളെ കാണുന്നതിനായി സ്ത്രീകൾ തടിച്ചുകൂടും. പക്ഷേ എനിക്ക് നഗരത്തിൽ പോകേണ്ട, അയാൾ മന്ദസ്മിതത്തോട് പറഞ്ഞു. പിന്നെ എവിടെ? ഗംഗാതീരത്തേക്കാണോ? എവിടെയായിരുന്നാലും നദീതടമോ സ്വച്ഛമായ ആകാശമോ അയാൾക്ക് ആവശ്യമാണ്. അല്ല, ഞാൻ കൊട്ടാരത്തിലെ മറ്റു ഭവനങ്ങളിലേക്ക് പോവുകയാണ്, അയാൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ആരുടെ? ദൃശ്യതുമ്നൻ്റെയോ മന്ത്രിവരേൻ്റെയോ? സ്വയംവരത്തിനെ പറ്റി ശരിക്കറിയുവാൻ പോവുകയായിരിക്കും. അല്ല രാജാവേ, ഞാൻ പോകുന്നത് ശ്രീകൃഷ്ണനെ കാണുവാനാണ്. അല്പസമയം മുൻപ് ഞാൻ മന്ത്രിയുടെ കയ്യിൽ അദ്ദേഹത്തിന് സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ കാണുവാൻ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താണ്? മന്ത്രിയോട് പറഞ്ഞ അയാളെ നമുക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കാം. ഞാൻ പെട്ടെന്ന് കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുന്നത് ദുശാസനെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ദുശാസനെ, എഴുന്നേൽക്ക്, പാഞ്ചാലത്തിലെ മന്ത്രിയെ വിളിച്ചുകൊണ്ട് വാ. കർണൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അരുതരുത്, അദ്ദേഹത്തിൻ്റെ നിദ്രാഭംഗം വരുത്തരുത്. ഞാൻ അരമണിക്കൂറിനകം തിരിച്ചെത്താം. ശ്രീകൃഷ്ണനെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണം. തനിക്ക് വേണ്ടി മറ്റാരെയും കഷ്ടപ്പെടുത്താതിരിക്കുക എന്നായിരുന്നു അയാളുടെ സ്വഭാവം. ശരി, പോയിക്കൊള്ളൂ. പക്ഷേ വേഗം തിരിച്ചെത്തണം. അയാളുടെ ആഗ്രഹം തിരിച്ചു വിടുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, അയാൾ ശ്രീകൃഷ്ണനെ കാണുവാൻ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ശ്രീകൃഷ്ണനെക്കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല. കാരണം അയാളുടെ നിറം അർജുനൻ്റേതുപോലെ നീലയാണ്. അയാളെ കാണുമ്പോൾ എനിക്ക് അർജുനനെ ഓർമ്മ വരും. ഞങ്ങൾ അരനാഴിക നേരം വിശ്രമിച്ചു. അതിനിടെ കർണൻ ശ്രീകൃഷ്ണനെ കണ്ട് തിരിച്ചെത്തിയിരുന്നു. അയാളുടെ മുഖം ഉല്ലാസവും ആനന്ദവും നിറഞ്ഞതായി കാണപ്പെട്ടു. രാജകൊട്ടാരത്തിനടുത്തുള്ള മണ്ഡപത്തിൽ ഒത്തുകൂടിയവരുടെ ഉത്സാഹത്തോടു കൂടിയുള്ള കോലാഹലം ഞങ്ങൾക്ക് സ്പഷ്ടമായി കേൾക്കാം. ഞാനും ശകുനി അമ്മാവൻ, അശ്വത്ഥാമാവ്, ദുശാസനൻ എല്ലാവരും രാജവസ്ത്രം ധരിച്ച് തയ്യാറായിരുന്നു. കർണൻ വസ്ത്രം മാറുകയാണ്. അല്പസമയത്തിനകം അയാളുടെ വസ്ത്രം മാറി പുറത്തു വന്നു. അയാൾ നീല നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അതിനു മുകളിൽ മഞ്ഞ നിറമുള്ള ഉത്തരീയവും. യഥാർത്ഥത്തിൽ ഉത്തരീയത്തേക്കാൾ കൂടുതലായി അയാളുടെ ശരീരത്തിൻ്റെ നിറമാണ് അധികം തിളങ്ങിയിരുന്നത്. അയാൾ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഗുഹയിൽ നിന്ന് വനരാജം പുറത്തു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അയാളുടെ മുഖത്തു നിന്നും സൂര്യകിരണങ്ങൾ രൂപം മാറി അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് പോലെ തോന്നി. എന്നെ കണ്ടപ്പോൾ അയാൾ മെല്ലെ പുഞ്ചിരിച്ചു. അയാളുടെ സുന്ദരമായ വലതു കവിളിൽ ഭംഗിയുള്ള നുണക്കുഴികൾ വിരിഞ്ഞു. അത്തരം നുണക്കുഴി ഞാൻ അധികം കണ്ടിട്ടില്ല. അയാളുടെ സ്വർണ്ണ നിറത്തിലുള്ള രൂപം വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിയെപ്പോലെ എനിക്ക് തോന്നി. അയാളുടെ പുത്രൻ സുധാമനും പിന്നിലുമായാലും മുറിയിൽ നിന്ന് പുറത്തു വന്നു. എത്ര തടഞ്ഞിട്ടും അവൻ നിർബന്ധപൂർവ്വം ഞങ്ങളോടൊപ്പം പോന്നതാണ്. അല്പസമയത്തിന് ശേഷം ഒരു ഭൃത്യൻ കൊട്ടാരത്തിൽ വന്ന് തല കുനിച്ച് എന്നോട് പറഞ്ഞു. മഹാരാജാവേ, മന്ത്രി വരെയാൻ അങ്ങനെ സാദരവ് ഓർക്കുന്നു. മണ്ഡപത്തിൽ എല്ലാ രാജാക്കന്മാരും അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാനും കർണൻ, ശകുനി അമ്മാവൻ, അശ്വത്ഥാമാവ്, കർണപുത്രൻ സുധാമൻ, ദുശാസനൻ എന്ന് 10 സഹോദരന്മാർ ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു. പോകുന്ന വഴി ഞാൻ കർണനോട് പറഞ്ഞു, എൻ്റെ എല്ലാ ഭാരവും ഇപ്പോൾ നിങ്ങളിലാണ്. ഇത് വലിയ ഭാരമാണ്. ഒന്നും പറയാതെ അയാൾ ചിരിക്കുക മാത്രം ചെയ്തു. അയാളുടെ സ്വർണ്ണപ്പല്ലുകൾ ഒരു നിമിഷം തിളങ്ങി. നടക്കുമ്പോഴുണ്ടാകുന്ന ആഘാതത്തിൽ കാതിലെ മനോഹരമായ കുണ്ടലം ഒരേ ലയത്തിലാടി. ഞങ്ങൾ സ്വയംവര മണ്ഡപത്തിലെത്തി. ആരോ ഉദ്ഘോഷിച്ചു. ഹസ്തിനാപുരാധിപതി കൗരവശ്രേഷ്ഠനായ ധൃതരാഷ്ട്രപുത്രൻ യുവരാജാവ് ദുര്യോധനൻ. ദ്രുപദപുത്രനായ യുവരാജാവ് ദൃശ്യദ്യുമ്നൻ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്തു. അയാൾ വളരെ സ്നേഹപൂർവ്വം എൻ്റെ കൈ പിടിച്ച് ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ക്ഷണിക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരും യോദ്ധാക്കളും ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്നു. എൻ്റെ നെഞ്ച് അഭിമാനം കൊണ്ട് ഉയർന്നു.
ഈ രാജാക്കന്മാരെല്ലാം എഴുന്നേറ്റ് കൗരവരുടെ മഹത്തായ സ്ഥാനത്തെ ആദരിക്കുകയാണോ എന്ന് തോന്നി. ഞങ്ങളിരുന്നു. പെട്ടെന്ന് തന്നെ മണ്ഡപത്തിലുണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരും ഇരുന്നു. എൻ്റെ ഇരിപ്പിടത്തിനടുത്ത് ഒരു ഇരിപ്പിടം അപ്പോഴും ഒഴിഞ്ഞു കിടന്നു. മറ്റു ഇരിപ്പിടങ്ങളെല്ലാം ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉത്കണ്ഠയോടെ ദൃഷ്ടദ്യുമ്നനോട് ചോദിച്ചു, അടുത്തുള്ള ഈ ഇരിപ്പിടം ആരുടേതാണ്? അതിപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുള്ളൂ. ഈ ഇരിപ്പിടത്തിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ആ ഇരിപ്പിടം ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം സ്വയംവരം ആരംഭിക്കുകയില്ല. കാരണം ആ ഇരിപ്പിടം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതാണ്. മധുരാധിപതി യാദവ കുലശ്രേഷ്ഠൻ വാസുദേവ നന്ദൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. മണ്ഡപത്തിൽ വീണ്ടും ഒരു ഉദ്ഘോഷം മുഴങ്ങി. പ്രവേശന കവാടത്തിൽ നിന്ന് നീല നിറമുള്ള ശ്രീകൃഷ്ണൻ പ്രവേശിക്കുന്നു. അയാളോടൊപ്പം ജ്യേഷ്ഠൻ ബലരാമൻ, പുത്രൻ പ്രദ്യുമ്നൻ, രുക്മരഥൻ, ഉദ്ധവൻ, സാത്വികി മുതലായവരുണ്ടായിരുന്നു. മണ്ഡപത്തിലെ രാജാക്കന്മാർ മാത്രമല്ല, പുരോഹിതന്മാരും രാജസ്ത്രീകളും ആദരവോടെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ അടുത്തിരുന്ന കർണൻ, അശ്വത്ഥാമാവ്, ശകുനി അമ്മാവൻ, ദുശാസനൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവർ ആ കറുത്ത ശ്രീകൃഷ്ണനെ ഇത്രയേറെ മാനിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പാദരക്ഷയിൽ എന്തോ കുടുങ്ങിയെന്ന ഭാവത്തിൽ, അതോ മറ്റാനോ വ്യാജേനെ എന്ന് ഞാൻ ഇരിപ്പിടത്തിൽ തന്നെ ഇളകിയില്ല. കടക്കണ്ണുകൊണ്ട് ഞാൻ എല്ലായിടവും നോക്കിയിരുന്നു. ശ്രീകൃഷ്ണൻ കൈ ഉയർത്തി എല്ലാവരോടും ഇരിക്കുവാൻ ആംഗ്യം കാണിച്ചു. പക്ഷെ ആരും ഇരുന്നില്ല. അവസാനം എൻ്റെ അടുത്തുണ്ടായിരുന്ന ഇരിപ്പിടത്തിൽ അദ്ദേഹം ഇരുന്നു. അപ്പോഴും എല്ലാവരും നിൽക്കുകയായിരുന്നു. അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് വലതു കൈ ഉയർത്തി ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെ, നിങ്ങളിരുന്നാലും. യുവരാജാവ് ദൃഷ്ടദ്യുമ്നൻ ഇപ്പോൾ തൻ്റെ ഭഗിനിയായ യുവരാജ്ഞി യജ്ഞസേനിയുടെ സ്വയംവരം ആരംഭിക്കുന്നതാണ്. എല്ലാവരും പാവകൾ പോലെയായിരുന്നു. ശ്രീകൃഷ്ണൻ എന്നെയും ഒന്ന് നോക്കി. ഞാൻ എൻ്റെ നോട്ടം മറ്റൊരിടത്തേക്ക് തിടച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് അർജുനനെ ഓർമ്മ വരും. അപ്പോൾ നെഞ്ചിൽ അറിയാതെ എന്തോ ഒരു വേദന പൊങ്ങി വരും. അപ്പോൾ ഭീമൻ്റെ കഥ എനിക്ക് ചുറ്റും കാണുന്നതായി തോന്നും. ഞാൻ മണ്ഡപം കണ്ണോടിച്ചു. അവിടെ ആര്യാവർത്തത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാജാക്കന്മാരും സന്നിഹിതരായിരുന്നു. ദ്രൗപദിയുടെ സുഗന്ധം എല്ലാവരെയും മോഹിപ്പിച്ചിരുന്നു. മഗധ അധിപതി ജരാസന്ധൻ, മാദ്രാധിപതി ശല്യൻ, സിന്ധുരാജൻ ജയദ്രഥൻ, ശിശുപാലൻ, ഒന്നിനൊന്ന് സമർത്ഥരായ വീരന്മാരുടെ സമ്മേളനമായിരുന്നു അത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, അവരിൽ ആർക്കും തന്നെ കർണനെപ്പോലെ തേജസ്സും ആകർഷണ ശക്തിയും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അയാളോട് ഇതിനെപ്പറ്റി പറയുന്നതിനായി ഞാൻ അയാളുടെ ചെവിക്കരയിലേക്ക് മുഖം തിരിച്ചു. പക്ഷെ അയാൾ അശ്രദ്ധനായിരുന്നു. അയാൾ നിർമ്മനേഷനായി ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ശ്രദ്ധ തിരിക്കാനായി ഞാൻ പതിവ് പോലെ കൈമുട്ടുകൊണ്ട് തട്ടി. അയാൾ ഞെട്ടിത്തിരിഞ്ഞെന്നെ നോക്കി. അയാളുടെ സൗന്ദര്യത്തെപ്പറ്റി പറയുന്നതിനായി ഞാൻ ചുണ്ടുകൾ തുറന്നു. പക്ഷെ അപ്പോഴേക്കും പാഞ്ചാല യുവരാജാവായ ദൃഷ്ടദ്യുമ്നൻ തൻ്റെ സഹോദരി യജ്ഞസേനിയുമായി മണ്ഡപത്തിലെത്തി. ചുറ്റുപാടും ഉത്സാഹം നിറഞ്ഞ ശാന്തത പരന്നു. ഓരോരുത്തരും നമ്രുഖയായി പതിഞ്ഞ കാൽവെപ്പുകളോടെ നടന്നു വരുന്ന പാഞ്ചാലിയെ ശ്രദ്ധാപൂർവം നോക്കി. അവളുടെ കൈകളിൽ കാൽക്കൽ വരെ ഞാന്നു കിടക്കുന്ന വെള്ള താമരപ്പൂകൾ കൊണ്ടുള്ള വർണ്ണമാല്യമുണ്ടായിരുന്നു. തൻ്റെ ഓരോ കാൽവെപ്പിലും അവൾ അവിടെ കൂടിയിരുന്ന വീരന്മാരുടെ ഹൃദയ കമലങ്ങളെ വികസിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം രണ്ടുപേരും മണ്ഡപത്തിൻ്റെ മധ്യഭാഗത്തായി ഉണ്ടാക്കിയിരുന്ന കല്ലുകൊണ്ടുള്ള തറയിൽ വന്നിരുന്നു. വിവിധതരം പുഷ്പാഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ച പലതരത്തിലുള്ള പൂക്കളുള്ള സുഗന്ധം കൊണ്ട് ഉന്മത്തനായ വിശാല മണ്ഡപം ലജ്ജിതമായി പാഞ്ചാലി എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സ്വയംവര മണ്ഡപമായി തീർന്നു. ശ്യാമവർണ്ണമുള്ള ദ്രൗപദി ശരത്കാലത്തിലെ പ്രശാന്തവും ആകർഷകവുമായ സന്ധ്യ പോലെ തോന്നിച്ചു. തൻ്റെ വലതുകൈ തലവര ഉയർത്തിക്കൊണ്ട് യുവരാജാവ് ദൃഷ്ടദ്യുമ്നൻ പറയുവാൻ തുടങ്ങി, ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെ, എൻ്റെ സഹോദരി യുവരാജ്ഞി യജ്ഞസേനിയുടെ സ്വയംവരത്തെപ്പറ്റിയാണ് നിങ്ങളോടെല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാഞ്ചാലരുടെ പേരിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്വയംവരത്തിന് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥ നിറവേറ്റുന്ന വീരപുരുഷനെ എൻ്റെ ഈ സഹോദരി യജ്ഞസേനി ഭർത്താവായി വരിക്കുന്നതും തൻ്റെ കൈകളിലെ വർണ്ണമാല്യം അയാളുടെ കഴുത്തിൽ അണിയിക്കുന്നതുമായിരിക്കും. ആ മഹായോദ്ധാവിൻ്റെ പത്നിയായി അവൾ ജീവിതകാലം മുഴുവൻ അയാളെ സേവിക്കും. വ്യവസ്ഥ ഇതാണ്. എല്ലാവരുടെയും മുന്നിലായി മണ്ഡപത്തിൽ മച്ചിൽ ഒരു യന്ത്രമത്സ്യത്തെ തൂക്കിയിരിക്കുന്നു. യന്ത്രവിദഗ്ധൻ അതിപ്പോൾ ചലിപ്പിക്കും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന മരം കൊണ്ടുള്ള ആ യന്ത്രമത്സ്യത്തിൻ്റെ വലത് കണ്ണ് ശൈവചാപത്തിൻ്റെ ഞാൻ വലിച്ചു കിട്ടി ഒരു സൂചിബാണം ഉപയോഗിച്ച് യന്ത്രത്തിന് താഴെയായി ഉണ്ടാക്കിയിട്ടുള്ള സരസിൽ ആ മത്സ്യത്തിൻ്റെ പ്രതിബന്ധം നോക്കി ലക്ഷ്യം തെറ്റാതെ എയ്തു കൊള്ളിക്കുന്ന വീരൻ ഇന്നു മുതൽ പാഞ്ചാലിയുടെ അപ്തബന്ധുവാകും. ഇതിനായി ധനുർധാരൻ എത്ര ശരങ്ങൾ അയച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. അദ്ദേഹം പ്രസ്താവന അവസാനിപ്പിച്ച് മന്ത്രിവര്യന് നേർക്ക് ദൃഷ്ടി പായിച്ചു. മന്ത്രിവര്യൻ മണ്ഡപത്തിൻ്റെ മേൽക്കൂരയിൽ കയറിക്കിടന്ന് വിദഗ്ധർക്ക് സൂചന നൽകിയപ്പോൾ അവർ യന്ത്രമത്സ്യം തിരിക്കുവാൻ തുടങ്ങി. ആ യന്ത്രത്തോടൊപ്പം ആര്യാവർത്തിലെ ശ്രേഷ്ഠന്മാരായ വീരന്മാരുടെ ഭാഗ്യവും അക്ഷരാർത്ഥത്തിൽ കറങ്ങുവാൻ തുടങ്ങി. 5 മല്ലന്മാർ ഓടിപ്പോയി പാഞ്ചാലരുടെ ആയുധപ്പുരയിൽ നിന്ന് വിഖ്യാതമായ ശിവധനുസ് വളരെ കഷ്ടപ്പെട്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്നു.
ആ ധനുസ് അവർ ശിരസിന് സമീപം വെച്ച് ദീർഘനിശ്വാസത്തോടെ നെറ്റിയൊൽപ്പിലെ വീർപ്പ് തുടച്ചു. എല്ലായിടവും ശാന്തത പരന്നു. യന്ത്രമത്സ്യത്തിൻ്റെ കാരക ശബ്ദം മാത്രമേ സ്പഷ്ടമായി കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. സരസിലെ ജലത്തിൽ അതിൻ്റെ പ്രതിബിംബം കറങ്ങുവാൻ തുടങ്ങി. ആ ഘനഗംഭീരമായ ശിവധനസ് കണ്ടപ്പോൾ അത് സ്പർശിക്കുവാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എല്ലാവരും തമ്മിൽ തമ്മിൽ മിഴിച്ചു നോക്കി. അവസാനം വിശാലമയും വശസ്സും പേരുപോലെ തന്നെ ദൃഢമായ ശരീരമുള്ള ദൃഢധ്വന രാജാവ് എഴുന്നേറ്റു. മണ്ഡപത്തിൽ മുഴുവൻ അഭിമാനം നിറഞ്ഞ ദൃഷ്ടി വായിച്ച് ഉത്തരയും ഒതുക്കി അദ്ദേഹം ശിവധനുസിൽ കൈവച്ചു. എല്ലാ പ്രേക്ഷകരും നേരിട്ട് കണ്ടു. ദൃഢധ്വനന്റെ കണ്ണുകൾ കറങ്ങുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രചണ്ഡമായ ശൈവജാപം ഇളക്കുവാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ തലകുനിച്ച് നിമിഷങ്ങൾ പോലും അദ്ദേഹം പരാജയപ്പെട്ടു മടങ്ങി. മണ്ഡപത്തിൽ ഒരു നിമിഷം പോലും നിൽക്കാതെ അഭിമാനിയായ രാജാവ് നേരെ പുറത്തേക്ക് പോയി. അതിനുശേഷം യഥാക്രമം മേഘസന്ധി, മണിമാൻ, സുഷേണൻ, രോജമാൻ, ബൃഹദ്ബലൻ, സത്യധൃതൻ, ഭോജൻ മുതലായ രാജാക്കന്മാരും വന്നു. പക്ഷെ അവരിൽ ആർക്കും ആ ശൈവജാപം ഉയർത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം ചേതി രാജാവായ ശിശുപാലൻ എഴുന്നേറ്റു. അദ്ദേഹം ചുണ്ടുകടിച്ച് ഒരു വിധത്തിൽ ചാപമുയർത്തി. പക്ഷെ ഞാൻ വലിച്ചു കെട്ടി ലക്ഷ്യം ഭേദിക്കുവാൻ കഴിഞ്ഞില്ല. വളരെ ബുദ്ധിമുട്ടി ഒരു ബാണം അയച്ചു. പക്ഷെ അത് മത്സ്യത്തിൻ്റെ തലയിൽ തട്ടിയില്ല. എല്ലാവരുടെയും മനസ്സിലെ ആശങ്കകൾ അസ്തമിച്ചു. തുടർന്ന് പാണ്ഡവരുടെ അമ്മാവൻ, രാജമാതാവെന്ന് പറയപ്പെടുന്ന മാദ്രിയുടെ സഹോദരൻ, മാതൃദേശത്തിലെ രാജാവായ ശല്യൻ മുന്നോട്ട് വന്നു. അദ്ദേഹവും ഒരു തരത്തിൽ 2 ബാണങ്ങൾ അയച്ചു. അതിനുശേഷം സിന്ധുദേശത്തിലെ രാജാവ് ജയദ്രഥൻ എഴുന്നേറ്റു. വളരെ പ്രയത്നിച്ച് ശിവധനുസ് ഉയർത്തി അദ്ദേഹം 3 ബാണങ്ങൾ അയച്ചു. പക്ഷെ ഒന്നുപോലും ലക്ഷ്യം ഭേദിച്ചില്ല. ചുറ്റുപാടും ഉത്കണ്ഠ, ഭയം, സഹാനുഭൂതി തുടങ്ങിയ വിവിധ ഭാഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ശാന്തത പരന്നു. സ്വയംവരം ആരംഭിച്ചിട്ട് 1 നാഴിക കഴിഞ്ഞിരുന്നു. എന്നിട്ട് യന്ത്രമത്സ്യം എല്ലാവരുടെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉന്മത്ത ഭാവത്തോടെ അങ്ങനെ തന്നെ കരക ശബ്ദത്തോടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു തവണ വെറുതെ ശ്രീകൃഷ്ണന്റെ നേർക്ക് നോക്കി. ഇരിപ്പിടത്തിന്റെ വലത്ത് ഭാഗത്ത് അദ്ദേഹം കൈമുട്ട് ഊന്നിയിരുന്നു. വലത് കവിൾ വലത് കൈയിൽ വെച്ച് അല്പം വലത്തോട്ട് ചെരിഞ്ഞ് ശാന്തനായിരിക്കുന്നു. ഞാൻ കർണന്റെ നേരെ നോക്കിയപ്പോൾ അയാൾ ശ്രീകൃഷ്ണന്റെ കാലിലെ പെരുവിരലിലേക്ക് നിമിഷ നേർക്കനായി നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. കർണൻ മുന്നോട്ട് വരുന്നതിൻ്റെ സൂചന കൊടുക്കണമെന്ന് അപ്പോൾ എനിക്ക് തോന്നി. പക്ഷെ അയാളുടെ ലക്ഷ്യവും പിഴച്ചെങ്കിലും ആ സംശയവും മനസ്സിൽ തലപൊക്കി. ഏറ്റവും ഒടുവിൽ നിർണയകമിത്വത്തിൽ അയാൾ സൂചന കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. നിർണയ നിമിഷത്തിൽ അയാൾക്ക് സൂചന കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് ഈ ആര്യാവർത്തത്തിലാകെ ഇത് പിടയ്ക്കില്ലെന്ന് ഉറപ്പുള്ളത് അർജുനനും കർണനുമാണ്. എന്നാൽ കർണന്റെ പേരിൽ ഇപ്പോൾ ഒരു സന്ദേഹം വന്നിരിക്കുന്നു. ഒന്നിനു പിന്നാലെ മറ്റൊരാളായി രാജാക്കന്മാർ വന്ന് തങ്ങളുടെ പുരുഷാർത്ഥത്തെ മാറ്റുരച്ച് നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അപകീർത്തി നേടി തിരിച്ചുപോയി. ചില രാജാക്കന്മാർ 2-3 തവണ ശ്രമിച്ചു. പക്ഷേ യന്ത്രമത്സ്യം അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടേയിരുന്നു. മണ്ഡപത്തിൽ ശൈവജാപത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് തമ്മിൽ ചെവിയിൽ മന്ത്രിക്കുവാൻ തുടങ്ങി. ആര്യാവർത്തത്തിലെ രാജാക്കന്മാരെല്ലാം ആ കഠിന നിബന്ധനയുടെ മുന്നിൽ നിഷ്പ്രഭരായിരുന്നു. ചില രാജാക്കന്മാർ എൻ്റെ നേരെ നോക്കുന്നുണ്ടായിരുന്നു, ചിലർ കൃഷ്ണൻ്റെ നേരെ, മറ്റെല്ലാവരും ആശയോടുകൂടി കർണൻ്റെ നേരെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശാലമായ മഗധ സാമ്രാജ്യത്തിൻ്റെ ഉടമ, ദ്വന്ദ്വയുദ്ധത്തിൽ പ്രവീണനായ ബലവാനായ ജരാസന്ധൻ എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ദൃഢമായ ശരീരം ആനയെപ്പോലെ വിശാലമായിരുന്നു. അഭിമാനത്തോട് നെഞ്ചുവിരിച്ച് അദ്ദേഹം ശൈവജാപത്തിനടുത്തെത്തി. സമർത്ഥന്മാരായ രീതിയിൽ അദ്ദേഹം ചാപമുയർത്തി. ഒന്നിനു പിന്നെ ഒന്നായി 4 ബാണങ്ങൾ അയച്ചു. പക്ഷേ യന്ത്രമത്സ്യത്തിൻ്റെ ഒരു വശത്തേക്ക് കൂടി കിടന്ന് മേൽക്കൂര തുളച്ച് അവ അദൃശ്യമായി. തൻ്റെ ബാണങ്ങളിൽ ഒന്നെങ്കിലും മത്സ്യത്തിൻ്റെ കണ്ണുകളിൽ തറച്ചിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം മേൽക്കൂരയിൽ തൂക്കിയ യന്ത്രമത്സ്യത്തിലേക്ക് നിമിഷം നേരം നോക്കി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ട് സരസിൻ്റെ കല്ലുകൊണ്ടുണ്ടാക്കിയ പടവിൽ നിന്ന് താഴെ വീണു. ഭാരിച്ച ആ ശൈവജാപം അദ്ദേഹത്തിൻ്റെ ഉയർത്ത നെഞ്ചിൽ പതിച്ചു. അദ്ദേഹത്തിൻ്റെ പരാജയത്തെ ക്രൂരമായി പരിശോധിക്കുന്ന ചിരിയുടെ അലകൾ മണ്ഡപത്തിലാകെ പരന്നു. ഞാൻ ശ്രീകൃഷ്ണൻ്റെ നേരെ നോക്കി. പക്ഷെ അദ്ദേഹവും വ്യവ്യഭാഗത്തോടെ മനസ്സിൽ ചിരിക്കുകയായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ദൃശ്യം മാറി. ആ പ്രചണ്ഡമായ ചാപത്തിനടിയിൽപ്പെട്ട് ജരാസന്ധൻ പ്രാണവേദന കൊണ്ട് പിടയുവാൻ തുടങ്ങി. കൈകാലടിച്ച് രക്ഷിക്കുവാൻ വേണ്ടി ദയനീയമായി കരയുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ശൈവജാപൻ രക്തത്തിൽ മുങ്ങി. ഒരു മാന്യ ക്ഷത്രിയൻ്റെ ഈ ദയനീയ സ്ഥിതി കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല. മത്സരത്തിൽ പങ്കെടുക്കേണ്ടെന്ന് ഞാൻ നിശ്ചയിച്ചു. പക്ഷെ നിമിഷ നേരം കൊണ്ട് ഞാനത് മറന്നു. ശ്രീകൃഷ്ണൻ്റെ നിഷ്പക്ഷഭാവത്തിൽ ദുഃഖം തോന്നി അദ്ദേഹത്തെ കത്തുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി ഞാൻ തൽക്ഷണം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. കർണൻ എപ്പോഴും ഭ്രാന്തനെപ്പോലെ ആ കർമ്പനായ കൃഷ്ണൻ്റെ കാൽകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണനെ കണ്ട് തിരിച്ചു വന്നപ്പോൾ മുതൽ അയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടെന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രീകൃഷ്ണൻ അയാളെ തേജോഭംഗം ചെയ്തിരിക്കുമോ?
കർണൻ്റെ സഹായത്തിന് കാത്തിരിക്കാതെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഞാൻ സരസിനരികെത്തി. ജരാസന്ധൻ്റെ കണ്ണുകളിൽ ആകാശത്തിൽ പതിഞ്ഞിരുന്നു. ആ ഭീമാകാരമായ രാജാവ് എന്നോട് പ്രാണൻ ഭിക്ഷയായി യാചിക്കുന്നുണ്ടായിരുന്നു. മൃത്യുവിൻ്റെ രൂപം പൂണ്ട് നെഞ്ചിലിരിക്കുന്ന ശൈവചാപം എടുത്ത് മാറ്റുമെന്ന ആശയോടെ സമർത്ഥമായ മഗധദേശത്തിൻ്റെ പരാക്രമിയായ രാജാവ് എന്നെ നോക്കി. വിഖ്യാതനായ ഒരു ദ്വന്ദ്വയോദ്ധാവ് മൃത്യുവുമായി ദ്വന്ദ്വയുദ്ധം ചെയ്യുകയായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ അടുത്തായിരുന്ന എൻ്റെ ഗുരുവായ ബലരാമനെ ഞാൻ ഭക്തിയോടെ നോക്കി. അദ്ദേഹത്തിൻ്റെ വിശലമായ നേത്രങ്ങൾ എന്നെ ആശീർവദിച്ചു. ഭയങ്കരമായ സമയത്തും ശ്രീകൃഷ്ണനെയും ബലരാമനെയും താരതമ്യപ്പെടുത്തുവാനുള്ള ആശ്ചര്യകരമായൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. ബലരാമൻ്റെ നേരെ എൻ്റെ മനസ്സിൽ നിസ്സീമമായ ആദരമുണ്ടായിരുന്നു. എന്നാൽ അത്രത്തോളമോ അതിലും അല്പം അധികമോ വെറുപ്പ് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഞാൻ മുന്നോട്ട് നടന്നു. മുറിവേറ്റു പിടയുന്ന ക്ഷീണിതനായ ജരാസന്ധൻ്റെ കൈകാലുകളുടെ വേഗത കുറഞ്ഞിരുന്നു. അയാളുടെ ശരീരത്തിലെ ഓരോ രോമവും കണുകളായി സംസാരിക്കുന്നുണ്ടായിരുന്നു. മൃത്യുവിനു മുന്നിൽ ജീവിതം എത്ര വിവശമായിരുന്നു. അവൻ തൻ്റെ സ്ഥാനം, ആത്മാഭിമാനം ഇവയെല്ലാം മറക്കുന്നു. ജീവനു വേണ്ടി അയാൾ യാചിക്കുന്നു. ജീവനു വേണ്ടി ഭിന്നദേശക്കാരായ അനേകം രാജാക്കന്മാരെ നരേഞ്ചത്തിനായി തൻ്റെ തലസ്ഥാനമാക്കിയ ഗിരിവചിത്രെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട ജരാസന്ധനെ ശൈവചാപം ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. കുനിഞ്ഞൊരു കൈകൊണ്ട് ഞാൻ ചാവമുയർത്തി. മണ്ഡപമാകെ ഭയങ്കരമായ കൈയടികൾ മുഴങ്ങി. വേടം ഭരിച്ച വിലയിൽ കുടുങ്ങിയ വാൽ സ്വതന്ത്രമായി ഗർജിച്ചുകൊണ്ട് കുതിച്ചു ചാടുന്ന മൃഗരാജനെ പോലെ നെഞ്ചിൽ നിന്ന് ചാപം മാറ്റിയപ്പോൾ ജരാസന്ധൻ ചാടി എഴുന്നേറ്റ് കൈ ഉയർത്തി ഉറക്കെ ഗർജിച്ചു. അദ്ദേഹം എന്നെ മുറുക്കെ ആലിംഗനം ചെയ്തു. സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ ചാപമുയർത്തിയതെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ആരോ എൻ്റെ പേരിൽ ജയാഘോഷം മുഴക്കി. അവിടെ നിന്ന് തിരിച്ചു പോകാൻ അപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. ആ ചാപം ഞാൻ എളുപ്പത്തിൽ ഉയർത്തി. അത് കണ്ടപ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഗദ പരിശീലന കളരിയിൽ ഭീമനുമായി ഞാൻ നിരന്തരം 6 മണിക്കൂർ വീതം ഗദായുദ്ധം നടത്താറുണ്ടെന്ന് എൻ്റെ ഗുരുവായ ബലരാമനല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. ഭുജങ്ങളുടെ ആ അഭ്യാസം ഇപ്പോൾ എനിക്ക് ഉപയോഗപ്രദമായി തീർന്നു. എൻ്റെ ഭുജങ്ങൾ ആനകളുടെ കാലുകൾ പോലെ സൗഷ്ഠമുള്ളതായി തീർന്നു. ചാപം കയ്യിലേന്തി മണ്ഡപമാകുമെന്ന് നോക്കി ഞാൻ സരസിൻ്റെ അടുത്തെത്തി. അവിടെ നിന്നുകൊണ്ട് ദ്രൗപദിയെ ഒന്ന് നോക്കി. അവർ ശ്വാസം വിടാതെ എന്നെ തന്നെ നോക്കിയിരുന്നു. എൻ്റെ മനസ്സിൽ കുരുകുലത്തിൻ്റെ അഭിമാനത്തിൻ്റെ ചഞ്ചലങ്ങളമായൊരു മുള ഗർവ്വത്തോടെ തലപൊക്കി. സുഗന്ധത്തിൻ്റെ ഈ പാത്രം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട് തന്നെ ഇന്ന് ഹസ്തിനാപുരത്തിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ച് ഞാൻ തടാകത്തിലെ ജലത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു. യന്ത്രമത്സ്യത്തിൻ്റെ പ്രതിബിംബം ജലത്തിൽ സ്പഷ്ടമായി കാണാമായിരുന്നു. എനിക്ക് മുൻപ് വന്ന എതിരാളികൾ അയച്ച അസ്ത്രമേറ്റി മേൽക്കൂരയിൽ ദ്വാരങ്ങളുണ്ടായിരുന്നു. ആ ദ്വാരത്തിൽ സൂര്യകിരണങ്ങൾ വെള്ളത്തിൽ പതിച്ചിരുന്നു. കിരണങ്ങളേറ്റ് പ്രതിബന്ധം തിളങ്ങി. പക്ഷേ അതിൽ കറങ്ങുന്ന മത്സ്യത്തിൻ്റെ കണ്ണുകൾ കാണുവാനുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ വലിച്ചു കെട്ടി ഉന്നം നോക്കി ഒന്നിനു പിന്നെ ഒന്നായി മറ്റൊന്നായി 5 ബാണങ്ങൾ അയച്ചു. പക്ഷേ എൻ്റെ ഓരോ ബാണത്തിനോടൊപ്പം മേൽക്കൂരയിൽ ഓരോ ദ്വാരങ്ങൾ കൂടി വന്നു. സൂര്യകിരണങ്ങളുടെ 5 പ്രതിബിംബങ്ങൾ തടാകത്തിലെ ജലത്തിൽ എത്തി നോക്കി. കിരണങ്ങളുടെ 5 പ്രതിബിംബങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പാണ്ഡവരെ ഓർമ്മ വന്നു. 5 എന്ന സംഖ്യ എപ്പോഴും എൻ്റെ മനസ്സിനെ ഖണ്ഡിപ്പിച്ചിരുന്നു. എൻ്റെ ഒരു ബാണം പോലും മത്സ്യത്തിലേറ്റില്ല. പാഞ്ചാലരുടെ നിസ്സൈരമായ യന്ത്രമത്സ്യം കൗരവരുടെ സിംഹാസനത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് പഴയതുപോലെ തന്നെ അഭിമാനത്തോടെ കറങ്ങിക്കൊണ്ടേയിരുന്നു. ആ ഭാരിച്ച ചാപവുമേന്തി നിന്നതിൽ എൻ്റെ ഭുജങ്ങൾ വേദനിക്കാൻ തുടങ്ങി. നിരാശനായി ഞാൻ താഴെ ഇറങ്ങി. ഈ ദ്രുപദ രാജാവ് ഇതിനു പകരം ഗദയുടെ എന്തെങ്കിലും കഠിന വ്യവസ്ഥയാണെന്ന് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അതുപോലും എനിക്ക് തോന്നുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തൻ്റെ പുത്രിയുടെ വിവാഹമാണോ അതോ ഈ വീര്യപരാക്രമങ്ങളുടെ ക്രൂരമായ പരിഹസിക്കുകയാണോ ലക്ഷ്യം? അദ്ദേഹത്തിൻ്റെ ശൈവചാപം എടുത്ത് വ്യവസ്ഥയിൽ നിറവേറ്റുവാൻ ഇനി കൈലാസപർവ്വതത്തിൽ നിന്ന് ശിവൻ തന്നെ ഓടി വരേണ്ടി വരും. എൻ്റെ പരാജയത്തിൽ ദ്രൗപദി മനസ്സിൽ ചിരിച്ചു. തുടരും.